വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങാൻ വൈകും. താൽക്കാലിക ആശ്വാസമായി ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് താൽക്കാലിക വെയിറ്റിംഗ് ഷെഡ് ഒരുക്കി നഗരസഭ. ഇതിന്റെ ഉദ്ഘാടനം MLA ആര്യാടൻ ഷൗക്കത്ത് നിർവഹിച്ചു. നിലമ്പൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിന് നടപടി വൈകുന്നതിനാൽ കടുത്ത വേനൽ ചൂടിൽ യാത്രക്കാർക്ക് ബസ് കാത്തിരിക്കുന്നതിനുള്ള താൽക്കാലിക ബസ് വെയിറ്റിംഗ് ഷെഡാണ് നിർമ്മിച്ചത്. 2019 ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പൊളിച്ചത്. 2020 മുൻപ് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുമെന്നായിരുന്നു അന്നത്തെ ഭരണസമിതി ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കട ഉടമകൾക്ക് ഉറപ്പ് നൽകിയിരുന്നത്. ഇത് യാഥാർത്ഥ്യമാകാതെ വന്നതോടെ 2020 ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഉറപ്പ് നൽകി ഭരണത്തിൽ വന്ന LDF ഭരണസമിതിയും 5 വർഷം ഭരിച്ചിട്ടും ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങിയില്ല. 2025 അധികാരത്തിൽ വന്ന UDF ഭരണസമിതിയും ബസ് സ്റ്റാൻഡ് ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്ന് ഉറപ്പ് നൽകുമ്പോഴും കഴിഞ്ഞ 7 വർഷമായി മഴയും വെയിലുമേറ്റ് കടത്തിണ്ണകളിൽ ഇപ്പോഴും ബസ് കാത്തു നിൽക്കുന്ന അവസ്ഥയിലാണ് യാത്രക്കാർ. ബസ് സ്റ്റാൻഡിൽ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള റൂട്ട് ബോർഡുകളടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് RTO ദിലീപ്, വൈസ് ചെയർമാൻ കൂമഞ്ചേരി ഷൗക്കത്ത് അലി, VA കരീം, A ഗോപിനാഥ്, ക്ഷേമകാര്യ ചെയർമാൻ മുസ്തഫ കളത്തുമടിക്കൽ, ഷെറി ജോർജ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സ്മിത മോൾ, സുരേഷ് പാത്തിപ്പാറ, കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. A+ വിഷൻ, നിലമ്പൂർ. ഉയരങ്ങളിൽ രാപ്പാർക്കാം, കണ്ണുകളിൽ കുളിർമയേകും കാഴ്ചകളുടെ ആനന്ദവിസ്മയമൊരുക്കി റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്ക്വെൽ നിങ്ങൾക്ക് സമ്മാനിക്കും. കലാത്മകമായി സജ്ജീകരിച്ച 8 ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം. റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ.